ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഒരു സിമ്പിൾ ടെക്നിക്ക്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലേ? നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ഒരു ചെറിയ ചെടി നടാനുള്ള ഒരു പോട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇതിനകത്ത് കുപ്പിക്ക് ഹോളൊക്കെ ഇട്ട് മണ്ണൊക്കെ നിറച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ 10 മണി പ്ലാന്റ് ഇതിൽ നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വേസ്റ്റ് എല്ലാം കൂടെ കരിയിലയും പുല്ല് കാര്യങ്ങൾ അത് ഇതെല്ലാം തൂത്ത് വാരിയതെല്ലാം ഇട്ട് കത്തിക്കുമല്ലോ. ആ കത്തിച്ച കരിഞ്ഞ ആ മണ്ണാണ് ഇതിനകത്ത് ഞാൻ വാരി നിറച്ചിട്ടുള്ളത്. അപ്പം ഇതിലാവശ്യത്തിന് ഞാൻ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോളിടാനായിട്ട് മെഷീനും കാര്യങ്ങളും കൊണ്ടുവരേണ്ട ആവശ്യങ്ങളില്ല. നമ്മുടെ പപ്പടം കുത്തുന്ന പപ്പടക്കോല് കൊണ്ട് സ്റ്റൗവേ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹോള് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പ്ലാന്റ് നട്ടു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് 10 മണി ഒരു കളർ മാത്രമേ, വൈറ്റ് കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇപ്പോൾ. അപ്പം അത് തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് നടുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 10 മണി പ്ലാന്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്നാളൊരു റൗണ്ട് പോലെ ആക്കി കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ പുതിയ പുതിയ പ്ലാന്റുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കുപ്പിയിൽ ആവശ്യത്തിന് നിറയ്ക്കാനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഷേപ്പായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പൂവിടാൻ സമയമായി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ ഇത് നിൽക്കും. അപ്പോൾ ഇത്രയും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകൾ മതി. ഇത് പെട്ടെന്ന് തന്നെ മുളച്ച് വരികയും ചെയ്യും. ഒരുപാട് പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഈ കുപ്പിയുടെ ഓരോ ഹോളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഹോളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കണ്ടോ, ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്ന് നമ്മൾ ഈ ഹോളിലേക്ക് കുത്തി കുത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഹോൾ കംപ്ലീറ്റ് നിറച്ച് കൊടുക്കുക. ഇതൊരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുകയായതുകൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഈ കുപ്പി ഉരുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കുത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇതുപോലെ എല്ലാം കുത്തി 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 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് ഒരു 2-3 ദിവസം തണുപ്പത്തേക്ക് മാറ്റി വെക്കാം. ഒന്ന് ചവിടൊന്ന് മണ്ണിലൊന്ന് സെറ്റാകുന്നിടും വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നെങ്കിൽ തൂക്കിയിടുകയോ അല്ലെങ്കിൽ തറ തന്നെ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതിലൊരൽപ്പം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ എല്ലാ ബോട്ടിലുകളും കഴിയുന്നിടത്തോളം ബോട്ടിലുകൾ സെറ്റാക്കി എടുത്ത് ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഇപ്പോൾ ചെയ്യാറുണ്ട്, എങ്കിലും ഞാൻ ചെയ്തതങ്ങ് കാണിച്ചു തന്നാണ്. നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഇതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കുപ്പിക്കകത്തേക്കും കുറച്ച് നല്ല രീതിക്ക് ആയിക്കോളും. ഈ അടപ്പൊക്കെ കുറച്ച് വെള്ളം നമുക്ക് ഈ കുപ്പിക്കകത്തേക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് നല്ല രീതിക്ക് നിറച്ച്. ഇതിന് കൂടുതലും വെള്ളമാണ് ആവശ്യമില്ല, അത് ഒരുപാട് വളമൊന്നും ആവശ്യമില്ല. ഇത്രയും മതി. അടപ്പ് അടച്ചും കൂടെ വയ്ക്കുക.
ഇവിടെ ഒരു കയറൊക്കെ കെട്ടി നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.